പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VP's ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം വേങ്ങരയ്ക്ക് സമയമുള്ള കാരാത്തോട് അല്ലെ GMLP സ്കൂൾ. കാരാത്തോടെന്ന് പറയുമ്പോൾ നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് അതിന് വലിയ ബന്ധമല്ലേ? അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമാണ്. അതെ, കാരാത്തോട് വന്നാൽ അങ്ങയുടെ കാര്യം ഓർമ്മിക്കാനുള്ളൂ. അങ്ങില്ലാത്ത കാരത്തോട് എന്താണ് അല്ലേ? നായകനല്ലേ? ഓക്കെ, അതെ 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 അതെ, വളരെ സന്തോഷം. താങ്ക് യു. ഞങ്ങള് പണകളൊക്കെ പോയിരുന്നു, ഒരു അഭിപ്രായം എടുത്തു. മക്കളെ സന്തോഷം കേട്ടോ. ഓക്കെ, സന്തോഷം. സന്തോഷം. താങ്ക് യു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഏവരും പ്രിയങ്കരനായ ഊരാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയ KK മൻസൂർ തങ്ങൾ അവർ, ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ നമ്മുടെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ നമ്മളെല്ലാവരെയും മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ നമുക്കറിയാം പ്രശസ്തനായ നമ്മൾ 24 ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ കൂടി ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ അവർ, അതുപോലെ നമ്മൾ ആങ്കേഴ്സായ ആഷ്മി, മറ്റ് വേദിയിലിരിക്കുന്ന നമ്മളെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഒത്തുകൂടിയിട്ടുള്ള കുടുംബശ്രീ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ആശാ വർക്കർമാർ, നാട്ടുകാർ, എല്ലാവരും ഞാൻ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്ന് ഈ പരിപാടിൻ്റെ ഗൗരവം, അതായത് ശ്രീകണ്ഠൻ നായർ അവർ നമ്മുടെ കേരളം ഒട്ടാകെ നടത്തുന്ന ഈ കേരള യാത്രയെ ലഹരി എതിരെ എന്നുള്ള ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തേ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരുപാട് ഈ കേരളത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതും കേരളത്തിൽ എന്താണ് നടക്കേണ്ടത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കേരള യാത്ര അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാരാത്തോടിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്കൂളടക്കം ഈ സ്കൂളിൽ പഠിച്ച നമ്മളെ ഏവരെയും പ്രിയങ്കരനായ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കാരണം ഇവിടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും, അതുപോലെ നമ്മളുടെ നാടിൻ്റെ നെടുന്തൂണും ആയിട്ടുള്ള അദ്ദേഹവും ഈ പരിപാടിയിൽ ഒന്നിക്കാനുള്ളതിൻ്റെ ഗൗരവം നമ്മളെല്ലാ നാട്ടുകാർക്കും അറിയാം. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ലോകം ഒട്ടാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതിൻ്റെ വിപത്തുകൾ നമ്മൾ ഇന്ന് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതിനെതിരെയുള്ള ക്യാമ്പയിനുകളും ഇതുപോലെയുള്ള യാത്രകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു യാത്ര, ഈ ലഹരിക്കെതിരെ എന്നുള്ള യാത്ര ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം എടുത്ത തീരുമാനം ശരിയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ ഒരാൾ ഈ ലഹരിക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലഹരി കൊണ്ട് ആ വീട്ടിൽ വരുന്ന അവരുടെ സ്വകാര്യതകൾ നഷ്ടപ്പെടുക, അവരെ ദാമ്പത്യ ജീവിതങ്ങൾ നഷ്ടപ്പെടുക, സഹോദര കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുക, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്.
ഞാൻ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്, ഈ കാരാത്തോടിൻ്റെ. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വരുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ലഹരിക്കുള്ള ഇതേപോലെ ലഹരിക്ക് അടിമയായവർ. രണ്ടാമത് മൊബൈൽ അഡിക്ഷൻ. ഈ 2 കാര്യം കൊണ്ട് എനിക്കറിയുന്ന എൻ്റെ അടുത്ത് വന്ന ആളുകൾ എത്രത്തോളം പ്രയാസത്തിലാണ് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസം തോറും ഇത് ഏറി വരികയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു കുടുംബം വന്നിട്ട് എന്നോട് പറയാണ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഈ ലഹരിക്ക് അടിമപ്പെടും. വളരെ 30 വയസ്സ് വരെ യാതൊരു കുഴപ്പമില്ലാത്ത ഒരു വ്യക്തി. 30 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ വിശേഷ ബുദ്ധി വരുന്നൊരു സമയം കൂടിയാണ് നമ്മളെ ഈ 30 വയസ്സിൻ്റെ ശേഷം. ആ പ്രായം കഴിഞ്ഞിട്ട് ഈ ലഹരിക്ക് അടിമപ്പെടുകയും കഴിഞ്ഞ 5 മാസമായിട്ട് യാതൊരു ബോധവും ഇല്ലാതെ, കുടുംബത്തിനെ കുറിച്ച് ചിന്ത ഇല്ലാതെ, കുടുംബത്തിനെ കുറിച്ച് യാതൊരു ഒന്നും നോക്കാതെ, മക്കളുടെ കാര്യം നോക്കുക, ഭാര്യൻ്റെ കാര്യം നോക്കുക, അമ്മേൻ്റെ കാര്യം നോക്കുക, ഒന്നും ചെയ്യാതെ ഇന്നലെ അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയിട്ടു? നമ്മൾ തിരൂര് ഒരു മാനസിക രോഗ ആശുപത്രി കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവർ 24 ന്യൂസ് പിന്നെ സെമീർ വഴി എൻ്റെ അടുത്ത് ഇത് വന്നപ്പോൾ ഞാനിത് ഏറ്റെടുത്തത് എത്ര ഭംഗിയായി എന്നുള്ളത്. ഇതിൽ നമുക്കറിയാം, ഇതിൽ അധികം പ്രാതിനിധ്യം നമ്മൾ സ്ത്രീകളെയാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ പ്രമുഖ പൗരന്മാരാണ് ലഹരിക്കെതിരെ എന്നും നമ്മളെ നാട്ടിലൊരു ഒരു ഗ്രൂപ്പുണ്ട്. ഈ കാരാത്തോടിനെ സംബന്ധിച്ച് കാരാത്തോട് കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നും വന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ലഹരിക്കെതിരെ ആരും പ്രവർത്തിക്കൂല, ലഹരിക്കെതിരെ ആരും ഇറങ്ങൂല, ലഹരിക്കെതിരെ ആരും എന്ത് ചെയ്യൂല. നമ്മുടെ ഈ പരിപാടിയിൽ ലഹരിക്കെതിരെ ഇറങ്ങാൻ പേടിയാണ്, എല്ലാവരും ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് ദിവസം ആ ഗ്രൂപ്പിൽ വന്നൊരു അടിസ്ഥാനത്തിലാണ് സെമീർ, എൻ്റെ സുഹൃത്ത് സെമീർ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാനിത് ഏറ്റെടുത്ത് ഈ നാട്ടിൽ തന്നെയാണ് അത് നടത്തേണ്ടത് എന്നുള്ളതും ഈ പറഞ്ഞ എല്ലാവർക്കും അതിനെക്കുറിച്ച് വളരെ വിശദമായ ക്ലാസ് ശ്രീകണ്ഠൻ നായർ അവർ ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതിന് വരുന്ന വിപത്തുകളും അതുപോലെ ഇതുകൊണ്ടുണ്ടായ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ മുദ്രാവാക്യം എന്താവണം? നമ്മൾ ഇതിന് ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് പോരാടും, ഒരുമിച്ച് എതിർക്കും, ഈ നാടിനെ നമ്മൾ സംരക്ഷിക്കും എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മളുടെ. നമ്മളെല്ലാവരും എന്താ ചെയ്യുക? ഇപ്പോൾ ഉദാഹരണം, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ആ ലഹരിക്ക് എതിരെ ഉപയോഗിച്ച് ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളൊക്കെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇത് പുറത്ത് മാനക്കേടുകൊണ്ട് പുറത്ത് പറയാതെ, എവിടെ അറിയിക്കാതെ, ഇത് മൂടി വെച്ചും കൊണ്ട് ഈ ലഹരിക്ക് ഉടമയായ ആളെ മാനവും ഒക്കെ കാക്കാൻ വേണ്ടി നിങ്ങൾ മൂടി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, അത് നിങ്ങളെ ജീവിതത്തിന്റെ ദോഷമാണ്. അദ്ദേഹത്തെ നന്നാക്കാനോ അദ്ദേഹത്തെ തിരിച്ച് നിങ്ങളെ കുടുംബത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനോ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അതിനെ എതിർത്തേ പറ്റൂ, നമ്മൾ അതിനെതിരെ പോരാടിയേ പറ്റൂ, നമ്മളത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. അതൊരു അസുഖത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയില്ല, കാരണം എല്ലാവരും വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളെ മക്കള്, ഞാനൊരു പിതാവാണ്, ഒരുപാട് പിതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഈ മക്കൾ വരുന്നപ്പോൾ നമ്മൾ ഈ മാനക്കേട് വിചാരിക്കല്ല വേണ്ടേ. ആ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് എന്ത്, പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ വളരെ പ്രയാസമാവും. അയാൾക്ക് തിരിച്ചു വരണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് തിരിച്ചു വരാൻ കഴിയില്ല, ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് പോണോടുകൂടി നമ്മളെല്ലാവരും പ്രതിജ്ഞ ചെയ്യേണ്ട എന്താണ്? ഈ നാട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ലഹരിക്കെതിരെ പോരാടും എന്നുള്ളതും ആ ലഹരി തന്നെ ഈ നാട്ടിൽ തന്നെ ഇല്ലാതാക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്ത് വേണം നമ്മളെല്ലാവരും പോകാൻ. എൻ്റെ ഇവിടെയുള്ള കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഈ പരിപാടി വന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട നമ്മുടെ ഊരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കെ മൻസൂർ തങ്ങൾ അവർ, ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള നമ്മളെല്ലാവരും പ്രിയങ്കരനായ നമ്മുടെ MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ നമുക്കറിയാം നമ്മൾ ഈ ലോകം എന്നും മീഡിയ കണ്ടിരിക്കുന്ന ഏറ്റവും മീഡിയ റിപ്പോർട്ടർമാരിൽ ഏറ്റവും പ്രശസ്തനായ നമ്മളെ ഈ 24 ന്യൂസിന്റെ ചീഫ് എഡിറ്ററായ ശ്രീകണ്ഠൻ നായർ അവർ, പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നമ്മൾ 24 ന്യൂസിന്റെ ആങ്കർ കൂടിയായ ആഷിം എന്നവർ, മറ്റ് നമ്മളെ പഞ്ചായത്തിലെ മെമ്പർമാര് ഷിബു, ഷറഫു, അതേപോലെ ബീന,
നമ്മുടെ 24-ന്റെ ആങ്കറായ വിജയകുമാർ സാറ്, അതേപോലെ നമ്മളെ മെമ്പറായ ബീന ജോഷി, നമ്മുടെ മുൻ മെമ്പറായ സൗദ അബൂത്തായർ, അതേപോലെ നമ്മുടെ ഊരാം പഞ്ചായത്തിന്റെ കുടുംബശ്രീയിലെ CDS ചെയർപേഴ്സണായ സജിനി, അതേപോലെ നമ്മളെ കാരാത്തോട് പള്ളീന്റെ ജുമാ പള്ളീന്റെ പ്രസിഡന്റായ അബ്ദുള്ളക്കുട്ടി അവർ എല്ലാവരെയും, അതുപോലെ എൻ്റെ നാട്ടുകാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, എൻ്റെ നാട്ടുകാരായ എല്ലാ എൻ്റെ സുഹൃത്തുക്കളെ ഈ പരിപാടി ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടിയെ അധ്യക്ഷം അലങ്കരിക്കാൻ വേണ്ടി മൻസൂർ കോയ തങ്ങൾ അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനായ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പഠിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നമുക്ക് എല്ലാവരും പ്രിയങ്കരനായ നമ്മുടെ MLA ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുകളെ, അതുപോലെ ഇന്ന് നമുക്കറിയാം മാധ്യമരംഗത്ത് 40 വർഷക്കാല പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു കേരള യാത്ര നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുത്തും കൊണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ എല്ലാ മെസ്സേജ് കൊടുത്തും കൊണ്ട് നടക്കുന്ന ഈ പ്രയാണത്തിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു നമുക്ക്. അതിൽ ഇവിടെ നമ്മുടെ SK അവറുകൾ ഇവിടെയുണ്ട്, അദ്ദേഹം, അതുപോലെ തന്നെ ആഷിം, അതുപോലെ വിജയകുമാർ, അതുപോലെ വേദിയിലേക്കുന്ന പ്രിയപ്പെട്ട മെമ്പർമാർ, അതുപോലെ അബു താഹിർ, അതുപോലെ ഇവിടെ പ്രിയപ്പെട്ട നാട്ടുകാർ. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. നമുക്കറിയാം ഈ ലഹരി എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവാണ്. ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് മാതാവെന്നോ പിതാവെന്നോ സഹോദരനെന്നോ സഹോദരിയെന്നോ അല്ലെങ്കിൽ സുഹൃത്തെന്നോ ഒന്നുമില്ല. ഇന്ന് നമുക്ക് മാധ്യമദ്വാര നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ ഈ തലമുറയെ പിന്തിരിപ്പിക്കേണ്ട ഒരു കടമ നമ്മളിൽ അർപ്പിതമാണ്. ആ കടമയുടെ ഭാഗമായിട്ടാണ് അവർ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, പഞ്ചായത്ത് ഇതിൻ്റെ മുന്നേ ഒരു തുടക്കത്തിൽ തന്നെ ഞങ്ങൾ മഹല്ലുകളെയും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റികളെയും അതുപോലെ പള്ളി കമ്മിറ്റികളെയും ഒക്കെ അറിയിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്ലബ്ബുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരുന്ന ഇവിടെ തന്നെ നമുക്കറിയാം, കാരാത്തോട് വലിയ നമ്മുടെ അബൂ താഹിർ മെമ്പറുടെ നേതൃത്വത്തിൽ വലിയൊരു റമദാൻ സംഗമം നടത്തി. എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചുകൊണ്ട് വലിയൊരു സംഗമം നടത്തി, 2000 ആളുകളുടെ സംഗമം നടത്തി. അതിനെയും അവിടെയും കൊടുത്തിരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോയല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ സ്നേഹം നൽകാതിരിക്കുമ്പോൾ, ഒരു ചേർത്തുപിടിക്കൽ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു ആനന്ദത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി ലഹരിക്ക് അടിമയാവുന്നവരാണ് അധികവും. അപ്പോൾ സ്നേഹം നൽകേണ്ടവർ സ്നേഹം നൽകുക തന്നെ ചെയ്യണം, ചേർത്ത് പിടിക്കണം. സ്നേഹത്തിൻ്റെ ഭാഗമായി നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ, നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു കുറവ് മാത്രമാണ്. എല്ലാവരും ആ ലെവലിൽ ചേർത്ത് പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാതാ പരിപാടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ MLA കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയകരായ നമ്മുടെ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദ് മൻസൂർ കോയ തങ്ങൾ, ഇവിടെ ഇതിന് മുഴുവൻ സംഘാടകൻ അബൂ താഹിർ, പ്രിയങ്കരനായ ശ്രീ ശ്രീകണ്ഠൻ നായർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ, എല്ലാവരെയും പേരെടുത്ത് ഇവിടെ സ്വാഗതം ചെയ്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ പരിചിതരായ ആസ്മിയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ക്രൂ ഉണ്ട്. അവരെല്ലാവരും ഒരു വലിയ മിഷനിലാണ്. അതായത് ഒരു ലക്ഷ്യബോധം മനസ്സിൽ വെച്ചുകൊണ്ട് വലിയ ഒരു ക്യാമ്പയിന് ഇറങ്ങിയിരിക്കുകയാണ്. ബഹുമാനായ ശ്രീ ശ്രീകണ്ഠൻ നായർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വളരെ കാലമായി 40 വർഷം അല്ലേ ഇപ്പോൾ മാധ്യമ രംഗത്ത് ഉള്ള ആളാണ്, പല കപ്പാസിറ്റിയിൽ. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, നാട്ടുകാർക്കും ഒക്കെ അങ്ങേയറ്റം സുപരിതരാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ആസ്മിയുടെയും അവരൊക്കെ പേര് പറഞ്ഞ് ഇവിടെ സ്വാഗതം ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലായി, നിങ്ങളൊക്കെ 24 TV കണ്ട് അദ്ദേഹത്തെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലായി.
പക്ഷേ ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് പറയുന്നത് രാജ്യം നേരിടുന്ന വലിയ ഒരു വിപത്തിനെതിരായി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൽ വരണം ഒരു കാര്യം. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ തന്നെ കുട്ടികൾ അറിയാതെ, വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെടുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ അറിയുന്നില്ല. ഇത് വളരെ എളുപ്പം സാധിക്കാവുന്ന ഒരു കുറ്റകൃത്യം, ഒരു വലിയ വിപത്താണ് എന്നുള്ളത് കൊണ്ട് ആരും ഒന്നും അറിയുന്നില്ല. ഇരു ചെവി അറിയാതെ ഏത് കുട്ടിക്കും ലഹരി ലഭ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ. എന്നാൽ ആ ലഹരി വലിയ അപകടകാരിയാണ് താനും. ഒരിക്കൽ അതിൽ പെട്ടുപോയാൽ പിന്നെ മോചനമില്ല, അതിൻ്റെ അടിമായി മാറുകയാണ്. മാത്രമല്ല, പിന്നെ അവനോ അല്ലെങ്കിൽ അവൾക്കോ, അവനും അവളും ഇപ്പോൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. പെൺകുട്ടികൾക്ക് വരെ അറിയാതെ അവരെ വരെ ഈ ചതിക്കുഴിയിൽ പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അറിയാതെ അടിമ ആയി പോയാൽ പിന്നെ ആ വ്യക്തി പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുക, അതുപോലെ തന്നെ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറം വലിയ ക്രൂരത കാണിക്കുക, അതൊക്കെ ഇതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അത്രയും വലിയ ഒരു ചെകുത്താൻ, ഇത്രയും വലിയ ഒരു ദുഷ്ടൻ, ഈ ലഹരി ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വിരാജിക്കുകയാണ്. അപ്പോൾ അതിനെതിരായി എല്ലാവരെയും ഉണർത്തി ഇതിനങ്ങോട്ട് വർജിക്കണം. എല്ലാവരും ഇത് ഈ നാട്ടിൽ പറ്റൂല എന്നുള്ള ഒരു നിലപാട് പ്രതിജ്ഞ എടുത്താൽ പിന്നെ അതിവിടെ ഉണ്ടാവില്ല, ഒരു സംശയവുമില്ല. പിന്നെ അത് ആ വക കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നവന് തന്നെ ഉള്ളിൽ പേടിയാവും. ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന ചിന്ത വരും. ക്യാമ്പയിൻ കൊണ്ട്, പ്രചരണം കൊണ്ട് അതാണുള്ള ഗുണം. എല്ലാവരും ഇത് ആവർത്തിച്ച് പറഞ്ഞ് ലഹരി നമ്മുടെ സമൂഹത്തിന് പോകണം, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടത്തിലാണ് എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലഹരി ഉണ്ടാവില്ല. ആരെങ്കിലും വളരെ അപൂർവമായി എവിടെയെങ്കിലും ലഹരിക്ക് വേണ്ടി ശ്രമിച്ചാൽ അവനപ്പം തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ ജനങ്ങൾ തന്നെ തയ്യാറാവും. ജനങ്ങൾ തന്നെ അത്തരം ആളുകളെ അവരെ നിലക്ക് നിർത്തും. അപ്പോൾ അതിനു വേണ്ട ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കാനാണ് ശ്രീ ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മാലകെട്ട് സ്വീകരിച്ച് ഹർഷാരവത്തോടു കൂടി സ്വീകരിച്ച് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ അബൂതാഹിർ പറഞ്ഞതുപോലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സംഭവമായതുകൊണ്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഇതിന് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ഒരു ലക്ഷ്യമായി, ഒരു മിഷനായി ഇത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളത് പ്രാവർത്തികമാക്കും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ ക്യാമ്പയിൻ്റെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. 40 വർഷം മീഡിയ രംഗത്ത് നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീകണ്ഠൻ നായരെ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്നും പോവട്ടെ. അങ്ങയുടെ സാന്നിധ്യം ആളുകൾക്ക് വളരെ വളരെ ഇഷ്ടമാണ്. അത് കൂടുതൽ ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ SK നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആഷ്മി താജ് ഇബ്രാഹിമൻ, വിജയകുമാർ, മറ്റ് ക്രൂ അംഗങ്ങളെ, അതുപോലെ നമ്മുടെ വേദിയിലുള്ള മറ്റ് പ്രമുഖരെ, ഒരു മാധ്യമപ്രവർത്തനമല്ല, കുന്താലി ഇളക്കാൻ പോയാലും നമ്മൾ 40 കൊല്ലം പണി ചെയ്താൽ 40 കൊല്ലമാവും. ആ രീതിയിൽ കണ്ടാൽ മതിയേനെ. എന്നിരുന്നാലും ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ 40 കൊല്ലം മാധ്യമത്തിലായിരുന്നത് കൊണ്ട് ഈ സമൂഹത്തിലെ കാര്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഓരോ ആളിൻ്റെയും ജീവിതത്തിൽ ഓരോ സംഭവവും എൻ്റെ ജീവിതമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പഠിച്ച സ്കൂളാണ് എന്നിത് അറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയാത്തൊരു രഹസ്യം ഞാനിപ്പം പറയുകയാണ്. ഇത്രയും കാലം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അതായത് ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് ആകാശവാണി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏതോ ഒരു വിഷയത്തെക്കുറിച്ച്, അതെനിക്ക് വ്യക്തമായ ഓർമ്മയില്ല, ഒരേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് ഒരു 1997 ഒക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു, 10 മിനിറ്റ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി റെക്കോർഡൊക്കെ ചെയ്ത്. അന്നൊരു ബന്ദ് ദിവസമായിരുന്നു,
വണ്ടിയൊന്നും ഓടാത്തതുകൊണ്ട് നമ്മളൊരു സ്കൂട്ടറിൽ പോയിട്ടാണ് റെക്കോർഡ് ചെയ്തത് ഇതിന് വീട്ടിൽ പോയിട്ട്. എന്നിട്ട് ഞാൻ തിരിച്ച് ആകാശവാണി വന്നപ്പം സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ നിലയങ്ങളും വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രഭാഷണം അന്ന് 6:30 വൈകുന്നേരം പ്രക്ഷേപണം ചെയ്യുകയാണ്. അപ്പം ഞാനിത് ചെറുതായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടേപ്പ് ഒരു കക്ഷത്തിലും അതുപോലെ ഇദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്ത ടേപ്പ് ഈ കക്ഷത്തിലും വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയി ബന്ധക്കല്ലേ ചെറിയൊരു പാട്ടൊക്കെ പാടി. അപ്പോൾ അന്ന് ഈ ആകാശവാണിയിലേക്ക് ഒരു എറൈസറുണ്ട്, ബൾക്ക് എറൈസറാണ്. എന്ന് വെച്ചാൽ ഈ ടേപ്പ് അതിലോട്ട് ഇട്ടാൽ മൊത്തം മാഞ്ഞു പോകും. എൻ്റെ കക്ഷം മാറിപ്പോയി. അതായത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രഭാഷണം ഞാൻ എറൈസറിലിട്ട് എറൈസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ കൊണ്ടുപോയി ടേപ്പ് എടുത്തിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടേപ്പ് മാറിപ്പോയി, പ്രഭാഷണം പോയി. അപ്പോൾ പ്രഭാഷണം പോയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. കാരണം അന്ന് ബന്ധാണ്. ഇദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു അന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം, രാത്രിത്തെ ട്രെയിനിൽ പോകും എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ നിലയങ്ങളും ഫുൾ ഓൺ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് വ്യവസായ വകുപ്പ് മന്ത്രി ഇല്ല എന്നൊരവസ്ഥ വരുമല്ലോ. അപ്പോൾ ആകെ പ്രശ്നമായി. അത് വലിയൊരു ഗുരുതരമായ പിഴവാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ആൾ ചോദിച്ചു എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് ചോദിച്ചു. അബദ്ധമേ പറ്റിയുള്ളൂ, വ്യവസായ വകുപ്പ് മന്ത്രി എറൈസായി എന്ന് പറഞ്ഞു. അയ്യോ എന്ന് അദ്ദേഹം ഒന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞു ഈ ബന്ധുവായിട്ട് നീ ഇദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അന്നേരം ഈ മൊബൈലൊന്നും അത്ര വ്യാപകമാകാത്തൊരു കാലമാണ്. ഞാൻ പോയി ലൈൻ ഫോണിൽ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ PS എന്നോട് പറഞ്ഞു അത് ഇതുവരെ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ലല്ലോ ഞാനിത് എറൈസ് ചെയ്ത് കളഞ്ഞാണെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു സാങ്കേതിക തകരാറ് മൂലം അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ച് സാധാരണ കേൾക്കുന്നതിൻ്റെ അത്രയും സൗകുമാര്യമില്ല. അപ്പം മറ്റേ PS പറഞ്ഞു സൗകുമാര്യം വേണം, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശബ്ദം മോശമാവരുത്. ഞാൻ നമുക്കൊന്നുകൂടെ എടുത്താലോ, അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി റെക്കോർഡ് ചെയ്തു. പക്ഷേ എനിക്ക് ഗാന്ധിയൻ സിദ്ധാന്തമൊക്കെ പഠിച്ച ഒരാളെന്ന നിലയിൽ ഇത് ഇദ്ദേഹത്തിനോടൊന്ന് പറയണമെന്ന് വിചാരിച്ച് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു അല്പം നേരം പതുക്കെ നിന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളിനോട് ഞാൻ പറഞ്ഞു നമുക്ക് മന്ത്രിയോട് ഇതങ്ങ് പറഞ്ഞാലോ. നിങ്ങൾ ഇമ്മ ഭ്രാന്ത് പറയല്ലേ, മന്ത്രി വിശ്വസിച്ചിരിക്കുന്ന സാങ്കേതിക പിഴവാന്നാ, ഇനി നിങ്ങൾ ഇതെങ്ങോട്ട് പറഞ്ഞ് മന്ത്രിയെ പ്രകോപിപ്പിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ഇത് പറയും എന്ന് പറയും. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സാധാരണ പറ്റാൻ സാധ്യതയുള്ളൊരു അബദ്ധമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ ചിലപ്പം കൈപ്പിഴ കൊണ്ടൊക്കെ പറ്റിപ്പോവും. അപ്പം നമുക്ക് പക്ഷേ അദ്ദേഹം അന്ന് ഭയങ്കരമായിട്ട് സഹകരിച്ചു എന്ന് മാത്രമല്ല എനിക്ക് അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഈ തിരിച്ച് വണ്ടിയിൽ വരുമ്പം 6:30 എല്ലാ നിലയങ്ങളും അത് അന്ന് കേരളത്തിലെ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പം 6:28 ഞാൻ തിരുവനന്തപുരത്തെ ഭക്തിവിലാസം സ്റ്റുഡിയോയുടെ വരാന്തയിൽ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ ഈ ടേപ്പും കൊണ്ടൊരു ഒറ്റ ഓട്ടോ ഓടി സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ഒരു ലേഡി അനൗൺസറായിരിക്കുന്നത്. അപ്പോൾ അവർക്കാണിത് പ്ലേ ചെയ്യാനുള്ള പവർ. ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ലേ, ചേച്ചി എന്നെ ടെൻഷൻ എടുപ്പിക്കും. ചേച്ചി പറഞ്ഞു ഇല്ലില്ല ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ഇട്ട് നോക്കണം ഇത് മന്ത്രിയുടെ തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ ഇത് പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞോളാം. ഞാൻ തന്നെയാണ് അന്ന് 6:30 ആയപ്പോൾ 6:30 മണിയായപ്പം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ജനങ്ങളോട് സംസാരിക്കുന്നു, കേരളത്തിലെ എല്ലാ നിലയങ്ങളും ഇത് പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അത് പ്രക്ഷേപണം ചെയ്തു. ഞാൻ പോയി ക്യാൻറ്റീനിൽ പോയി ഒരു ചായയൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഓരോരോ തലവിധി എന്ന് ആലോചിച്ചു. അന്ന് അദ്ദേഹം സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം മിനിമം ഒരു ട്രാൻസ്ഫറിന് സാധ്യതയുണ്ടായിരുന്നു. സസ്പെൻഷൻ ഒന്നും കിട്ടത്തില്ല, ഒരു ട്രാൻസ്ഫർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആയുസ് ബലം കൂടാൻ അത് ഉപകരിച്ചിട്ടുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കില്ലേ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്താ പിന്നെ മാത്രമല്ല എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരാളാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം മാത്രമല്ല ഞാൻ അദ്ദേഹത്തിന് വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും കേരളത്തിൻ്റെ ഉയരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലൊക്കെ നടക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഞാൻ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിനെ നോക്കിയിട്ടുണ്ട്. ആളുകൾ ഇത്ര കൂടുതൽ ഇടപഴകുന്ന പൊതുപ്രവർത്തകർ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അധികാര കസേരകൾ കിട്ടുമ്പോഴും ഏണിപ്പടികൾ കടന്നു പോകുമ്പോഴും അവർ പലപ്പോഴും വന്ന വഴികളെക്കുറിച്ച് വലുതായിട്ട് ഓർക്കാറില്ല. മാത്രമല്ല ജനങ്ങളൊക്കെ അവർക്ക് പലപ്പോഴും ഒരു ന്യൂസൻസ് ആയിട്ട് അവന് 4-5 ദിവസമായിട്ട് പറയാൻ നടക്കും, ഒരു പണിയില്ല എന്ന രീതിയിൽ എന്നോട് തന്നെ എത്രയോ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ അധികായൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു. ഇപ്പോൾ ഈ കാരാത്തോട് പോലുള്ള സ്കൂളിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും. അവർക്കൊന്നും അദ്ദേഹം മന്ത്രിയായെന്നോ ഇത്രയും വലിയൊരു പൗരപ്രമുഖനാണെന്നോ മനസ്സിലാകാൻ സാധ്യതയില്ല. അതല്ല ഞങ്ങളുടെ തന്നെ ചെയർമാൻ 24-ന്റെ ചെയർമാൻ നിങ്ങൾക്കറിയാം ആലിംഗൽ മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും. ഇദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ജിദ്ദയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും അദ്ദേഹം പറയാറുണ്ട്. എന്തായാലും ശ്രീ കുഞ്ഞാലിക്കുട്ടി അങ്ങയ്ക്ക് സന്തോഷം. എൻ്റെ ഒരു പക്ഷേ ഈ 40 കൊല്ലക്കാലം ഇങ്ങനെ സന്തോഷകരമായിട്ട് സാധാരണഗതിയിൽ നമുക്കിപ്പം മമ്മൂട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ
ഇത്രയും വർഷം പിന്നിട്ടു, എന്തൊക്കെയാണ് സംഭവം എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ കുറേ പിഴവുകൾ പറ്റി കാണും എന്ന് പറയുന്ന പോലെ നമ്മുടെ പിഴവുകൾ തിരുത്തിയും തളർത്തിയൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മളിതുപോലെ ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സമയത്ത് ജനകീയ കോടതി എന്നൊരു പരിപാടി ഏഷ്യാനെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ആ ജനകീയ കോടതിയിൽ ഒരിക്കൽ VS അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം, നീട്ടി വലിച്ച് നാശമാക്കി കളയും. അപ്പോൾ അദ്ദേഹം അന്ന് ആ പരിപാടി 2 മണിക്കൂർ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ ഏതാണ്ട് 3/4 മണിക്കൂറും പാട്ട് പാടിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ പാടുന്നു. അപ്പോൾ മലമ്പുഴയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ മലമ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് VS അച്യുതാനന്ദൻ. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ജനകീയ കോടതി നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച്, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നാടകഗാനങ്ങൾ സെപ്പറേറ്റായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞു, എന്നെങ്കിലും ഒരു കാലത്ത് VS അച്യുതാനന്ദൻ്റെ നാടകഗാനങ്ങൾ എന്നും പറഞ്ഞ് നമുക്കിത് സംപ്രേഷണം ചെയ്യാം. ഇപ്പോൾ ഇത് സംപ്രേഷണം ചെയ്താൽ ഈ നാടകഗാനം മതി, ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. അതുകൊണ്ട് ഇപ്പം അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ ഈ 4 പതിറ്റാണ്ടുകളിലെ യാത്ര. ഞാൻ ഈ കാര്യത്തിലേക്ക് വരികയാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായിട്ടാണ് നമ്മുടെ ഈ യാത്ര. നിങ്ങളിതിനെ നിസ്സാരമായി കാണരുത്. ഞങ്ങൾ ശരിക്കും ഈ പരിപാടിയുമായി യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ഞെട്ടലായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ അമ്മമാർ ഭീതിയോടെ നിലവിളിക്കുന്നത് ഞങ്ങൾ കാണുന്നു. രാത്രിയിൽ അമ്മമാർക്ക് കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിലെ കുട്ടികളെല്ലാം ഭേദമാണ്, അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം എന്ന് കരുതിയാലും അതിനകത്ത് കഥയില്ല. ഈ അമ്മമാർക്ക് ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ യാത്ര തുടങ്ങിയതിന് ശേഷം ഓരോ ജില്ലയും കടക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഒരു അമ്പരപ്പോടെ അതിന് കാണുന്നു. ഞാനും ആഷ്മിയും അതുപോലെ വിജയകുമാറും പരസ്പരം പറയുകയായിരുന്നു, നമ്മുടെ കേരളം എന്നാണ് ഇങ്ങനെ മാറിയത്. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും പറയുകയായിരുന്നു, നമ്മളറിയാത്തൊരു കേരളം നമുക്കുണ്ട്. നമ്മുടെ ആത്മാവിൽ തുടിക്കുന്നതൊക്കെ മയക്കുമരുന്നിൻ്റെ ഗന്ധമാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഞങ്ങൾ ആലത്തൂരിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി MDMA പോലുള്ള മാരക ലഹരി ഉപയോഗിക്കുന്ന കേരളത്തിൽ പുതിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറയാ, അങ്ങയുടെ അറിവ് തെറ്റാണ്. ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി MDMA ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് വെച്ചാൽ അവൻ്റെ പ്രായം 9 വയസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ MDMA എന്ന് കേൾക്കുമ്പോൾ നിസ്സാര സാധനമല്ല കേട്ടോ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു MDMA വെച്ചിട്ട് പോലീസ് ഒരുത്തനെ പിടികൂടിയപ്പോൾ പോലീസിനെ പേടിച്ച് MDMA ഉൾപ്പെടെയുള്ള കവർ അവരങ്ങ് വിഴുങ്ങി. ആ കവർ ആമാശയത്തിൽ കിടന്ന് പൊട്ടി, അവൻ മരിച്ചുപോയി. അപ്പോൾ MDMA എന്ന് പറയുന്ന ലഹരി വസ്തു ആമാശയത്തിൽ കിടന്ന് പൊട്ടിയാൽ അവൻ്റെ അവസാനമാകും എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി. താമരശ്ശേരിക്കടുത്ത് പിന്നെ ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ ഒരുത്തൻ വീണ്ടും വിഴുങ്ങി, അവൻ്റെ ആയുസ് ബലം കുറച്ച് കൂടുതലായതുകൊണ്ട് അവൻ മരിച്ചില്ല. എന്ന് മാത്രവുമല്ല, മാനസിക രോഗികളെ നിങ്ങൾ മനോരോഗനില തെറ്റിയ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ശരിക്കും ഒരു രോഗാതുരമായ അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ജീൻ ഫാക്ടറിന്റെ പ്രവർത്തനം മൂലമാണ് നമ്മുടെ രോഗനില വഷളാകുന്നത്. അത് അയാളുടെ കുഴപ്പമല്ല, രോഗം ഒരു കുറ്റമല്ല. പക്ഷെ അതേസമയം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ MDMA പറയുന്ന അതുപോലുള്ള രാസലഹരി ഒരാളിൻ്റെ ഉള്ളിൽ പോയാൽ ഒരു 6-7 തവണ അയാൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ സാധാരണ നില തെറ്റും, അയാളുടെ മാനസിക നില തെറ്റിപ്പോവും. അയാൾ കൃത്രിമമായി ഭ്രാന്ത് പിടിച്ചൊരുത്തനെ പോലെ ആകുമ്പോൾ ഹാലൂസിനേഷൻസ് എന്ന് പറയുന്ന ഭ്രമചിന്തകൾ ഉണ്ടാക്കുന്ന, ഭ്രമസ്വപ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ വഴിമാറും. അയാൾക്കങ്ങ് പേടിയാകും. അതുപോലെ അയാളുടെ അക്രമവാസന കൂടും. എൻ്റെ ഈ യാത്രക്കിടയിൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വെച്ച് ഒരു ചെറിയ കുട്ടി, അതായത് ഒരു 8ാം കണ്ട് പഠിക്കുന്ന ഒരു കുട്ടി MDMA കഴിച്ച ഒരു കുട്ടിയെ നേരിട്ട് കണ്ടാൽ നിങ്ങൾ സഹിക്കില്ല. അമ്മമാര് കവളൊക്കെ ഒട്ടി, കംപ്ലീറ്റ് മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറി, കാലും കൈയും ഒക്കെ ഒട്ടി വലിഞ്ഞ്, കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വന്നവൻ എന്തിനെയോ ഭയക്കുന്നത് പോലെ നമ്മളുടെ ഭയചകിതമായ അവൻ്റെ ഒരു നോട്ടം, അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരും. അവൻ്റെ നോട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ മറന്നുപോകില്ല. അവൻ്റെ പ്രായം 13-14 വയസ്സായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട് വിട്ടുപോകുന്ന ഒരു കുട്ടി പുറത്തൊക്കെ പോയി കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു കയറി വരുമ്പോൾ കോളിംഗ് ബെല്ലിൽ അവൻ വിരലമർത്തുമ്പോൾ ഉള്ളിലുള്ള അമ്മയ്ക്ക് ടെൻഷനാണ്. കാര്യം കൊലക്കത്തിയുമായിട്ടായിരിക്കും അവൻ കയറി വരുന്നത്. MDMA കഴിക്കുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു മുതിർന്ന ആളിന്റെ പ്രശ്നം പ്രതികാരദാഹിയാണ്. രക്തം ചീറ്റിത്തെറിക്കുമ്പോൾ അവന് പ്രശ്നമല്ല. വെഞ്ഞാറമൂടിലെ അപ്പ എന്ന് പറഞ്ഞൊരു കൂട്ടക്കൊല ചെയ്തൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ കണ്ടില്ലേ? ഒരേ ചുറ്റിയെ കൊണ്ട് 6 പേരുടെ തിരുനെറ്റി അടിച്ച് തകർത്ത് 5 പേരെ കൊലപ്പെടുത്തിയ ഒരു ഭീകരൻ. അവന് കുളിച്ച് കുട്ടപ്പനായിട്ട്
പോൺസ് പൗഡറൊക്കെ അടിച്ച് നല്ല സാധനമൊക്കെ അടിച്ച് ലെവലായി വഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ചെന്ന് കയറി സിയോട് പറഞ്ഞ് ഞാൻ 6 പേരെ കൊന്നിട്ട് വരുമെന്ന് പറഞ്ഞു. സി പറഞ്ഞു നീ മൂലക്കാണ്ട് ഇരിക്കാൻ മതി, സി വെച്ച് തലയ്ക്കോ സുഖമില്ലാത്തവനായിരിക്കുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ സി ഐ വിശ്വസിച്ചുള്ളൂ. എന്നിട്ട് പോലീസുകാർ കോൺസ്റ്റബിളോട് സി ഐ പറഞ്ഞു ഇവൻ കുറേ നേരമായിട്ടിരുന്ന് ഭ്രാന്ത് പറയല്ലേ, നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വാ, അവിടെ ആരും മരിച്ചിട്ടുണ്ടോ എന്ന്. ചെന്നൊരു വീട് തുറന്നു നോക്കി, അവിടെ 2 മൃതദേഹം കിടപ്പുണ്ട്. പിന്നെ അടുത്ത വീടുകളിലൊക്കെ മൃതദേഹം, 5 പേരാണ് മരിച്ചു പോയത്. ഈ കൂട്ടക്കൊല നടത്തുന്ന അഫാനൊക്കെ ശരിക്കും ഇതേപോലുള്ള ഏതെങ്കിലും ഒരു രാസലഹരിക്ക് അടിമയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളം കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ മാറിപ്പോയി. നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ താമസിച്ചു പോയി, ശരിക്കും നമ്മൾ താമസിച്ചു പോയി. ഇന്ന് നമ്മുടെ പോലീസ് വളരെ സജീവമാണ്, എക്സൈസ് സജീവമാണ്, ഇഷ്ടം പോലെ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. ഈ സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഈ യാത്ര നമ്മൾ ആരംഭിക്കുന്ന ദിവസം അദ്ദേഹവുമായിട്ടൊരു ലൈവായിട്ടൊരു ഇന്റർവ്യൂ ഞാൻ സംപ്രേഷണം ചെയ്തിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ നാട്ടിലെ കോവിഡിന് ശേഷം നമ്മുടെ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ അങ്ങയുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ കാര്യക്ഷമത പരിശോധിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഈ പ്രതിസന്ധിയായിരിക്കും. കേരളം ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ പെട്ടുകഴിഞ്ഞു. നിങ്ങൾ അമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ ആരുമില്ല എന്ന് കരുതി നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കേണ്ട. തൊട്ടടുത്ത വീട്ടിൽ MDMAക്ക് അടിമയായ ഒരുവനുണ്ടെങ്കിൽ നട്ടപ്പാതിരയ്ക്ക് വാതിൽ ചവിട്ടിപ്പൊളിച്ചവൻ കൊലക്കത്തിയുമായി വീട്ടിനകത്തേക്ക് കയറി വന്നു എന്ന് വരും. ആ ഒരു സാഹചര്യം കേരളത്തിന്റെ പല ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ഞങ്ങളൊരു 10 ജില്ലകൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും, അതെ ഒരു പഞ്ചായത്ത് പോലും MDMA അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാസലഹരിയിൽ നിന്ന് മുക്തമല്ല. ഒന്നിൽ ബ്രൗൺ ഷുഗർ, അല്ലെങ്കിൽ കൊക്കൈൻ, അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. കേരളത്തിൽ കുറെ സിനിമാ താരങ്ങളും മറ്റുള്ള ചില ആളുകളും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു കള്ളത്തരമുണ്ട്. അതായത് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് വളർച്ചയുണ്ടാകും. ശുദ്ധ മണ്ടത്തരമാണ്. ലോകത്ത് ഒരു ശാസ്ത്രവും തെളിയിക്കാത്ത ഒരു കാര്യമാണ് കഞ്ചാവ് അടിച്ചാൽ ബുദ്ധി വളരുന്നുള്ളത്. ഉള്ള ബുദ്ധി നയിച്ചു പോകും, പിന്നെ ഒരു ഉപകാരം കിട്ടും. ഏതെങ്കിലും അസുഖം ബാധിച്ച ഒരു ആശുപത്രിയിൽ പെട്ടുപോയാൽ ഒരു ഇംഗ്ലീഷ് മരുന്നും നിങ്ങളുടെ ശരീരത്തെ ഏക്കത്തില്ല. അകാലത്തിലെ കാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാമോ? ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ 7 or 8 തവണ കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ് 7 കൊല്ലമായി ചുരുക്കി കിട്ടും, പരമാവധി 12. 7 കൊല്ലം കഴിഞ്ഞാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ 5 കൊല്ലം കൂടെ പോകും പരമാവധി. അപ്പോ 85-90 വയസ്സുവരെ ഒരു മനുഷ്യന് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ജീവിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നിങ്ങൾ അകാലത്തിലെ ചാക്കാല കൂടാൻ കാരണമാകും. 7 കൊല്ലം കൊണ്ട് നമ്മൾ കൺമുന്നിൽ വളരുന്നൊരു കുഞ്ഞ്, ഒരു അമ്മയ്ക്കായിരിക്കും അതിന് ഏറ്റവും വലിയ വേദന. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിരിക്കുന്ന ഒരു അമ്മ വഴിക്കണ്ണുമായി പള്ളിക്കൂടത്തിലേക്ക് പോകുന്നൊരു കുട്ടിയെ കാത്തിരിക്കുന്നത്, കുട്ടി തിരിച്ചു വരുന്നത് MDMAയുടെ അഡിക്റ്റ് ആയിട്ടാണെന്ന് വരുമ്പോൾ ആ അമ്മയുടെ ഭീതി, അമ്മയുടെ ഉത്കണ്ഠ, അമ്മയുടെ ടെൻഷൻ, അമ്മയുടെ കണ്ണുനീർ, ഈ അമ്മമാരുടെ കണ്ണുനീർ ഈ മണ്ണിൽ വീണ് കഴിഞ്ഞു. ചൂട് കണ്ണീരാണ് ഇപ്പോൾ ഈ മണ്ണിൽ വീഴുന്നത്. നിങ്ങൾ അവിശ്വസിക്കേണ്ട എന്നെ, ഇതുപോലൊരു 6 മാസം കൂടി പോവുകയാണെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള അമ്മമാർ കണ്ണീര് കുടിക്കും. യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. കാരണം ഈ ഉറവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പല രാജാക്കന്മാരും പണമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ മലയാളി സുഹൃത്തുക്കൾ പല ആളുകളും കർണാടകത്തിലേക്ക് കടന്ന് അവിടെ നിന്ന് MDMA ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരിക. ബസ് വഴി, ട്രെയിൻ വഴി, കൊറിയർ വഴി എന്ന് വേണ്ട. ഈ ഉറവിടങ്ങളിൽ പോയി ബോംബിട്ട് തകർക്കേണ്ട സമയമായി. നമ്മുടെ പോലീസ് സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇതിന് നിങ്ങൾ വേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ പോലീസിനും എക്സൈസിനും ഇത് കൊടുക്കുക. ഇത് സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയല്ല. ഞങ്ങളുടെ കൂടെ ഒരു ഗവേഷണ വിഭാഗം സഞ്ചരിക്കുന്നുണ്ട്. CID മോഡലിൽ ഞങ്ങളിത് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ട്. ആരാണ് ഈ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? പൊതുപ്രവർത്തകർ ആരെങ്കിലും ഇതുമായി ബന്ധമുണ്ടോ? ദല്ലാളന്മാർ പ്രവർത്തിക്കുന്നുണ്ടോ? ഞങ്ങൾ 2 ഭാഗങ്ങളായി റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കും. ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഫോടകാത്മകമായ എക്സ്പ്ലോസീവ് റിപ്പോർട്ടായിരിക്കും അത്. അതിന്റെ ഒരു ഭാഗം ഫുള്ളി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഈ ഇത്തരം വൃത്തികെട്ടവന്മാരുടെ കളർ ചിത്രം ഉൾപ്പെടെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ ഉറവിടങ്ങളിലേക്ക് നമ്മുടെ പോലീസ് സംവിധാനം കയറി ചെല്ലുന്നില്ലെങ്കിൽ, എവിടെ രാസലഹരി ഉണ്ടോ, എവിടെ MDMA കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അവിടേക്ക് നമ്മുടെ പോലീസ് സംവിധാനം റെയ്ഡ് ചെയ്യണം. നിങ്ങൾക്കറിയാമോ, കൊച്ചിയിൽ കളമശ്ശേരിയിൽ ഒരു പോളിടെക്നിക് കോളേജ് എക്സൈസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ 2 കിലോ കഞ്ചാവ് പിടിച്ചു. ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് പിടിച്ചു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ പിടിച്ച കഞ്ചാവിന്റെ വിതരണക്കാരാണ് അവിടുത്തെ ഹോസ്റ്റലിലെ കുട്ടികൾ. അവരത് ഉപയോഗിക്കുക മാത്രമല്ല, അവർ വാട്സാപ്പിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക. ആ പട്ടിക അനുസരിച്ച് ആ നാട്ടിൽ പല സ്ഥലങ്ങളിലും കഞ്ചാവ് വിതരണം ചെയ്യുന്നു. അതിഭീകരമായ സാഹചര്യമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് പാളയത്തൊരു ഹോസ്റ്റലിൽ കടന്നു ചെന്നപ്പോഴും അവിടെ കഞ്ചാവുണ്ട്. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട കോളേജുകളുടെ ഹോസ്റ്റൽ മുറികളിൽ ഈ കഞ്ചാവ് വ്യാപാരികൾ ഇരിപ്പുണ്ട്.
നിങ്ങൾക്കറിയുമെന്നറിയില്ല, കേരളത്തിലെ ചില മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് പോലും കഞ്ചാവ് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യുമ്പോൾ അതിന്റെ പ്രിസിഷൻ കൃത്യത കൂട്ടാൻ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഡോക്ടർമാരുണ്ട് കേരളത്തിൽ. ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിലെ റോൾ മോഡലുകളായി മാറുന്നത്. എന്തൊരു നെറികേടാണ് അവർ പ്രചരിപ്പിക്കുന്ന ആലോചിച്ച് നോക്കുക. എനിക്ക് വളരെ വ്യക്തമായി നിങ്ങളോട് പറയാൻ കഴിയും, ഒരു കഞ്ചാവിനും മനുഷ്യന്റെ തലച്ചോറിനെ ഷാർപ്പാക്കാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ഒരു ശാസ്ത്രീയ അടിത്തറയും ഇത്തരം പ്രചാരണങ്ങൾക്കില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു കാര്യം കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അമ്മമാർക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം, തൊട്ടടുത്ത വീട്ടിലോ നമ്മുടെ വീട്ടിലോ അപ്പുറത്തോ എവിടെ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ അവൻ നമ്മുടെ സ്വാസ്ഥ്യം സമാധാനം കെടുത്തും. നമ്മൾ കാറിലൊക്കെ പോകുന്നവരല്ലേ, വണ്ടിയിലൊക്കെ പോകുന്ന വഴിക്ക് വണ്ടിയിലൊക്കെ കൊണ്ട് ചെറുതായിട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ മലയാളികളുടെ സ്വഭാവത്തെ ഡോറ് പുറത്തിറങ്ങി ആരാടാ നീ നിനക്ക് വണ്ടി നോക്കി ഓടിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നവരാണ് നമ്മൾ. ചെറിയ കുട്ടികളെങ്ങാണ് ഓടിക്കുന്ന വണ്ടിയിലെങ്ങാണ് വണ്ടി കൊണ്ട് ഉരച്ചാൽ അവന്റെ കയ്യിൽ ചിലപ്പോൾ കടാരയായിരിക്കും ഉള്ളത്. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കും. മാത്രമല്ല, ഈ മയക്കുമരുന്ന് വ്യാപനത്തിന്റെ പിന്നിൽ അന്തർദേശീയ തലത്തിൽ പ്രചാരത്തിലുള്ള ഒരുപാട് മാഫിയ സംഘങ്ങളുണ്ട്. ഒരാൾ എന്നോട് തമാശയ്ക്ക് പറഞ്ഞു, സാറ്റലൈറ്റ് വഴി ചിലപ്പോൾ നിങ്ങളെ ബോംബിട്ട് കൊന്നുകളയുമെന്ന്. എല്ലാ ദിവസവും രാവിലെ കഴുത്തെ തലയുണ്ടെന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതിലൊന്നും നമ്മൾ ഭയക്കരുത്. ഭീരു ഒരുപാട് തവണ മരിക്കും, ധൈര്യശാലി ഒരു തവണയെ മരിക്കൂ. നമുക്കിങ്ങനെ നല്ല കാര്യത്തിന് മരിക്കേണ്ടി വന്നാൽ അതെന്റെ ജീവിത കഥയുടെ ഭാഗമായി മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആഷ്മിയോട് ഞാൻ ചോദിച്ചു, മരണത്തെ പേടിയുണ്ടോ എന്ന്. ആഷ്മിക്ക് ജീവിച്ചിരിക്കാനാ പേടിയെന്ന് പറഞ്ഞു. മരണത്തെ അല്ല പേടിയെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് അവസാനം എനിക്കൊരു കാര്യം കൂടി നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സാന്നിധ്യത്തിൽ പറയാനുള്ളത്, ഈ മാസം 20-ാം തീയതി കാസർഗോഡ് നമ്മുടെ യാത്ര അവസാനിക്കും. 14 ജില്ലകളും മിക്കവാറും എല്ലാ താലൂക്കുകളും ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകും. എല്ലാ സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ എനിക്ക് വല്ലാത്ത അമ്പരപ്പെട്ട് ഇറങ്ങിയപ്പോഴൊരു മാനസികാവസ്ഥയല്ല ഞാനിപ്പോൾ ഈ സ്ഥലത്ത് എത്തുമ്പോൾ, ഈ കാരാത്തോട് എത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. നമ്മൾ അടുത്ത 20-ാം തീയതി കോഴിക്കോട്ട് ബീച്ചിൽ കടപ്പുറത്ത് 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം നടത്തുന്നു. എന്തിനീ 1 ലക്ഷം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. 10,000 പേരായാലും സമ്മേളനമാകില്ല, ആകും. പക്ഷേ കേരളത്തിൽ ബാംഗ്ലൂരു പോലെയുള്ള നഗരങ്ങളിൽ പോയി മാരകമായ MDMA പോലുള്ള വിഷസാധനങ്ങൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ നമ്മുടെ സംഘശക്തിയിൽ, മലയാളി പൊതുസമൂഹത്തിന്റെ സർഗചേതനയിൽ, സംഘശക്തിയിൽ, സംഘടിത ബലത്തിൽ അവർ അത്ഭുതപ്പെട്ടു പോകണം. ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്ന ഏത് പാഷാണം വിതരണം ചെയ്യുന്നവനും കേരളത്തിലെ മണ്ണിൽ വേരുറച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയും. കോഴിക്കോട്ടെ കടലിന്റെ ഏറ്റവും ഇരമ്പിയാർക്കുന്ന കടലിന്റെ ആവേശത്തിൽ 1 ലക്ഷം ആളുകൾ വിളിച്ചു പറയാൻ പോകുന്നത് അവസാനത്തെ MDMA-കാരനും കേരളം വിട്ടുപോകണം. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരു രാസലഹരിക്കാരനും കേരളത്തിന്റെ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെന്ന് കയറും എന്നുള്ള അവനുള്ളൊരു ഭീഷണിയായിരിക്കും കോഴിക്കോട്ടെ നമ്മുടെ ശക്തി പ്രകടനം. ആ പ്രകടനത്തിലേക്ക് നിങ്ങൾ കൂടി വരിക. നിങ്ങൾക്കൊരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. ഈ മണ്ണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കേരളം, ഈ നാട് നിങ്ങൾക്ക് എന്ത് തന്നു എന്നല്ല നിങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ നാടിന് നിങ്ങൾ എന്ത് ചെയ്തു. നമ്മളൊക്കെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയുന്ന കേരളമാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ അല്പസമയത്തിന് മുമ്പ് കണ്ടതാണ്. എനിക്ക് ആ തങ്ങൾ ഫാമിലിയോട് തന്നെ എന്തെന്നില്ലാത്ത ആദരവുള്ള ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്കറിയാം, ബാബറി മസ്ജിദ് തകർന്ന് തരിപ്പണമായി വീഴുകയും മതസൗഹാർദ്ദം ഇന്ത്യയിൽ പിച്ചു ചീന്തപ്പെടുകയും ചെയ്ത നിമിഷത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെടുത്ത നിലപാടാണ് കേരളത്തിലെ ഒരു കലാപത്തിന്റെ മുനമ്പിലേക്ക് നയിക്കാഞ്ഞത്. ഈ കേരളത്തിന്റെ ചരിത്രം ആ മനുഷ്യനെ എന്നും നന്ദിയോടെ ഓർമ്മിക്കും. വേണമെങ്കിൽ അദ്ദേഹത്തിന് സാധാരണ ഒരു യാഥാസ്ഥിതിക മത സാമുദായിക നേതാവിന്റെ കുപ്പായം അണിയാമായിരുന്നു. അദ്ദേഹം അതല്ല ചെയ്തത്. ഈ നാടിന്റെ സ്വാസ്ഥ്യം കെടുത്തരുത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് അദ്ദേഹം പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങിയില്ല, ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ ഇറങ്ങിയത്. ശിഹാബ് തങ്ങളുടെ കാലടികളെ പിന്തുടരുന്ന ആളുകളാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ. അവരുടെയൊക്കെ അദ്ദേഹത്തിന്റെ പാദപതനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ മണ്ണിൽ നിന്ന് ഞാൻ പറയുന്നു, അടുത്ത 20-ാം തീയതി കോഴിക്കോട് ഒരേ സ്വരത്തിൽ ഒറ്റ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയണം, ഒരൊറ്റ രാസലഹരിക്കാരനും ഒരമ്മയുടെ കണ്ണുനീരിന് കാരണമാകാൻ നമ്മൾ ഇനി അനുവദിക്കില്ല. ഈ മണ്ണ് കുട്ടിച്ചോറാക്കാൻ ഒരു നെറികെട്ട ശക്തിയും ഇവിടെ വളരാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയാൻ നിങ്ങളെ ഞാൻ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു. അടുത്ത 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനും ഇവിടെ തടിച്ചുകൂടി എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ സന്തോഷം പങ്കിടുന്നു. അത് തീർച്ചയായിട്ടും ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വന്നതല്ലെങ്കിൽ ഞാൻ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടേ പോകുമായിരുന്നുള്ളൂ. ആ ബ്രാൻഡ് ഞാൻ ഇന്ന് പുറത്തെടുക്കുന്നില്ല, കാര്യം അതിലും ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം, ഇവിടെ ആരാധികമാര് കൂടുതലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്, ആരോ പറഞ്ഞു. ഓക്കെ, അപ്പൊ ആഷ്മി 2 വാക്ക് പറയും, സൂക്ഷിക്കണേ.
പ്രിയപ്പെട്ടവർ, 2 വാക്കേ പറയുന്നുള്ളൂ. സമയം വൈകുന്നു, പള്ളി പോകാനുള്ള സമയമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട SKN മാധ്യമ പ്രവർത്തന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയാണെങ്കിൽ അതിന്റെ ആഘോഷമാക്കേണ്ടത് നമ്മളൊരു പ്രത്യേക കാലത്തിന്റെ പ്രത്യേക സാഹചര്യം ഏറ്റെടുത്ത് ഒരു സന്ദേശവാഹക യാത്രയാക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ സാമാജിക ജീവിതം 40 വർഷവും കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യം സാമാജികനാകുമ്പോൾ ഞാനൊന്നും ജനിച്ചിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ മുന്നേ ഒരുപാട് സംസാരിക്കേണ്ട കാര്യവുമില്ല. കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ SKN PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞു. എങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ ഈ കഴിഞ്ഞ 16-ാം തീയതി തിരുവനന്തപുരത്ത് നമ്മൾ കുറേയധികം അമ്മമാരുടെ നെഞ്ചിലെ തീയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉദ്ഘാടനം ചെയ്യുക മഹാനടന്മാരൊക്കെയാണ്. നമ്മളുടെ ഈ യാത്ര ഉദ്ഘാടനം ചെയ്തത് 100 അമ്മമാരാണ്. ആ അമ്മമാർ നെഞ്ചിൽ വേദനയോട് നെരിപ്പോട് നീറ്റുന്നവരാണ്. അവർ പുത്രദുഃഖം പേറുന്ന അമ്മമാരാണ്. അവർ ഈ ലഹരിയുടെ നേർക്കുനേർ കാഴ്ചകൾ കണ്ട് വേദനിച്ച അതിന്റെ ദുര്യോഗങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ നേരിട്ട് അനുഭവിച്ചവരാണ്. റാഗിങ്ങിൽപ്പെട്ട് ഒരു മകൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥന്റെ അമ്മയടക്കം 100 അമ്മമാരാണ് നമ്മുടെ ആശീർവദിച്ച് യാത്രക്ക് ഇറക്കി പുറപ്പെട്ടത്. അപ്പോൾ അതിന്റെ പതാകവാഹകരായി നമ്മൾ നിൽക്കുന്നത് 10ാമത്തെ ജില്ലയിലാണ്. നേരത്തെ SKN പറഞ്ഞ ഒട്ടുമേ അതിശോക്തിയില്ല. നമ്മൾ വാർത്താമുറിയിൽ കണ്ടതേ അല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകൾ അത് അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായി പേടിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളും കേൾവികളും ഒക്കെ നമ്മൾ കണ്ടു. ഞങ്ങൾ സഞ്ചരിച്ച ഈ 10 ജില്ലകളിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ ഒരൊറ്റയിടവും MDMA മുക്തമല്ല. അവിടെ ഏത് പഞ്ചായത്തിൽ ഏത് ചെറിയ മുടുക്കിടവഴികളിൽ പോലും ഈ MDMA ആവശ്യമുള്ളവർക്ക് സുലഭമായി കിട്ടും എന്നുള്ള കാഴ്ച വളരെ ഞെട്ടിക്കുന്നതാണ്. നേരത്തെ SKN പറഞ്ഞു, നമ്മൾ ഈ യാത്ര കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ സമക്ഷം ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതിന്റെ ഭാഗമായി ഒരു ഗവേഷക സംഘം നമുക്കൊപ്പം ഉണ്ട്. അവർ ഗവേഷകരാണെന്ന് പറഞ്ഞും അല്ലാതെയും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ആളുകളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രച്ഛന്ന വേഷധാരിയെ പോലെ ഈ MDMA കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് തേടി നടക്കുന്ന ഒരാളെ പോലെ അന്വേഷിച്ചപ്പോൾ ഒരു പയ്യൻ നമ്മുടെ ഗവേഷകനോട് പറഞ്ഞത് ഇവിടെ MDMA കിട്ടുന്നത് ക്വാളിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. എന്താണ് അത് ക്വാളിറ്റി ഇല്ലാത്ത MDMA ആയത് കാരണം എന്താണ് പ്രശ്നമെന്ന് അറിയാവോ? അതിനൊരു കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ മണമാണ് എന്നാണ് അവന്റെ പ്രശ്നം. അതിനകത്ത് അജിനാമോട്ടോ പൊടിച്ചു ചേർക്കുന്നത്. ഏത് MDMA മായം ചേർക്കുന്ന കാര്യം പറയുക. പൈസ കൊടുത്താൽ നല്ല MDMA കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പൈസ കൊടുത്താൽ നല്ല MDMA ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് അടുത്ത ജംഗ്ഷനിൽ പോയി നല്ല MDMA നോക്ക് എന്ന് പറഞ്ഞ ആ പയ്യന്റെ പ്രായം ഞാനിവിടെ പറയുന്നില്ല, ഞെട്ടിപ്പോവും. അതുകൊണ്ടാണ് പറയാത്തത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി അഡിക്റ്റ് ആയ കാര്യം പറയുകയാണ്. അവൻ ഡിഗ്രിക്കാരനല്ല, അവൻ +2 കാരനല്ല, 10ാം ക്ലാസ്സുകാരനല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി MDMA അഡിക്റ്റ് ആയ കാര്യം പറയുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നമ്മൾ തറാപറ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കൂട്ടക്ഷരം പഠിക്കുന്ന പ്രായമാണ്. ആ കൂട്ടക്ഷരം പഠിക്കുന്ന പ്രായത്തിൽ ലോക്ക്ഡ് കവറിൽ കിട്ടുന്ന MDMA അത് മൊബൈൽ ഫോണിലോട്ട് കുടഞ്ഞിട്ട് ATM കാർഡ് കൊണ്ട് ലൈൻ ഉണ്ടാക്കി ഒറ്റ മൂക്കടച്ച് മറ്റേ മൂക്കിൽ കൂടെ വലിച്ചു കയറ്റാൻ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥി പഠിച്ചുവെങ്കിൽ അതിന് എത്ര ഒറ്റപ്പെട്ട 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞാലും നമ്മൾ നിൽക്കുന്നത് ഒരു വോൾക്കാനോയ്ക്ക് മുകളിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. നമ്മൾ എപ്പോഴും പറയും മദ്യവും പുകവലിയും ഒക്കെ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ പോലും ഈ സാധനം അത് വേറെ പ്രശ്നമാണ്. അത് കെമിക്കൽ അഡിക്ഷനാണ്, അത് കില്ലർ ഡ്രഗാണ്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾ ഈ പറഞ്ഞ addictioncenter.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ജേർണലുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച 10 കില്ലർ ഡ്രഗുകളിൽ എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ തവണ ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ അസാധ്യമാവുന്ന രീതി അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഗണത്തിൽ ലോകം അംഗീകരിച്ച 10 മാരക രാസവസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് MDMAയും കൊക്കൈനും ഹെറോയിനും ഒക്കെ. അതൊക്കെ ഈ ദിവസങ്ങളിൽ പിടികൂടുന്നു എന്ന വാർത്ത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതിപ്പോൾ അറിയാവുന്നതല്ല. നമ്മൾ 2-3 വർഷം മുന്നേയൊക്കെ നമുക്ക് ഈ 9ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളൊക്കെ കരിയർമാരാകുന്ന കഥയൊക്കെ നമ്മൾ കോഴിക്കോട് നിന്ന് അവിടെ നിന്ന് കേട്ടതാണ്. അന്നൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ ആക്ട് ചെയ്യേണ്ട രീതിയിൽ ആക്ട് ചെയ്തില്ല. അത് സത്യമാണ്. അത് സത്യമാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആരെയും പഴിച്ചിരിക്കാൻ സമയമില്ല. ഏതായാലും സർക്കാരിനെ പഴിക്കാൻ സമയമില്ല, പോലീസിനെ പഴിക്കാൻ സമയമില്ല. നമ്മൾ ഒന്നാകെ നാടിനെ കാക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെ കാര്യം അവർ പടുമരണങ്ങൾ, അവരുടെ ചിതകൾ, അവരുടെ കബറിടങ്ങൾ നമ്മൾ കൂട്ടത്തോടെ കാണേണ്ട വല്ലാത്ത ഗതികേടിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ഈ യാത്ര. അപ്പൊ നമ്മൾ ആ യാത്ര തുടങ്ങിയിരിക്കുന്നു. ആ യാത്ര 10 ജില്ലകൾ പൂർത്തിയാക്കി നേരത്തെ കോഴിക്കോട് കടപ്പുറത്തേക്ക് നമ്മൾ എത്താൻ പോകുന്നു. ഓരോരോ ജില്ലകളിൽ നിന്നും ഇപ്പോ ഈ മലബാറിലേക്ക് പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ കോട്ടക്കലായിരുന്നു. കോട്ടക്കൽ വൈകുന്നേരം അമ്മമാരുടെ ഒരു മഹാറാലി കൊണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് 500 അമ്മമാരിങ്ങനെ ആർജവത്തോടെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ അമ്മമാരുടെ മദേഴ്സ് ആർമിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അമ്മമാരെ അടക്കം അണിനിരത്തിക്കൊണ്ട് നമ്മൾ എല്ലാ ജില്ലകളും പൂർത്തിയാക്കി കോഴിക്കോട് അവിടെ ആ കടലിന് സമാന്തരമായി നമ്മളൊരു മനുഷ്യ മഹാസമുദ്രം തീർക്കും. ആ മനുഷ്യ മഹാസമുദ്രം ലോകത്തെവിടെയോ ഇരുന്ന് ഡ്രഗ് കാർട്ടലുകളിൽ കൊളംബിയയിലെ ആന്ദ്രെ എസ്കോബാറിനെ പോലെയോ മെക്സിക്കോയിലെ ഗുസ്മാനെ പോലെയോ ഒക്കെ ലോകത്തെവിടെയോ ഇരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചോര ഊറ്റി പണമുണ്ടാക്കി തിന്നുവീർക്കുന്ന ഡ്രഗ് കാർട്ടൽ മുതലാളിമാരോട്, അവരുടെ ഇവിടുത്തെ സിംഗിടികളോട്, കിങ്കരന്മാരോട് നമ്മൾ പറയും, ഈ നാട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് കടന്നു പൊക്കോ. ഞങ്ങൾ ഇപ്പോൾ പറയുന്നത്
ഞങ്ങൾ വാക്കുകൊണ്ട് പറയലാണ്, അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ പറയൽ വാക്കുകൊണ്ടാവില്ല എന്ന ശാസന നമ്മൾ പറയാൻ പോകുന്നു. ആ ശാസനയിൽ ഈ സാമ്രാജ്യങ്ങൾ പൊളിഞ്ഞു വീഴും എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാനേ കഴിയുകയുള്ളൂ. അപ്പോൾ കോഴിക്കോട് ചേരുന്ന ആ ശാസനായോഗം എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. നമ്മൾ 1,00,000 ഖണ്ഡങ്ങളിൽ നിന്നും ഒരേ ശബ്ദത്തിൽ പറയുമ്പോൾ അവർക്ക് വിറയ്ക്കാതിരിക്കാനാവില്ല. അപ്പോൾ ആ മഹാസമ്മേളനത്തിൽ നിങ്ങളുടെ ഈ അമ്മമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ മുഖം ഒക്കെ ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ കാലവും കടക്കാനാകും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഏറെ വൈകിയ ഒരു സമയമാണ്, പള്ളിയിലേക്കൊക്കെ പോകാൻ സമയമാകുന്നു. ദീർഘമായൊരു പ്രസംഗത്തിന് സാധ്യതയില്ല. ഇപ്പൊ MLA എഴുന്നേൽക്കുകയായിരുന്നു പോവാൻ. അപ്പോ ഞങ്ങളിപ്പോ 10ാമത്തെ ജില്ലയിലാണ്, മലപ്പുറത്തേക്ക് എത്തുന്നത് 10ാമത്തെ ജില്ലയാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾ കരുതിയതിനൊക്കെ എത്രയോ അപ്പുറത്തേക്കാണ് 10ാമത്തെ ജില്ലയിലേക്ക് എത്തുമ്പോൾ ഈ രാസലഹരി നമ്മളെ ബാധിച്ചിരിക്കുന്നത് എങ്ങനെ എന്നതിന്റെ തെളിവ്. ഓരോ ദിവസവും, എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾക്കൊരു പൊതുസമ്മേളനം നമ്മളെ ഒരു സ്ഥലത്ത് വെക്കും. അപ്പോൾ ആ പൊതുസമ്മേളനത്തിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായി പറയണം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ മൈക്കിന്റെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ ഒരിടത്തും അങ്ങനെ പോസിറ്റീവായി പറയാനൊന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല പല സ്കൂളുകളിലും കോളേജിലും ഒക്കെ ചെന്ന് ഇവിടുത്തെ അധ്യാപകരൊക്കെ നമ്മളോട് ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ആരെയും ഞങ്ങൾ അത്തരക്കാരെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴും ആ സ്കൂളിൽ നിന്ന് നമ്മൾ ആ സ്കൂളിലെ കുട്ടികളും അല്ലെ അവിടുത്തെ അഭ്യുദയകാംക്ഷികളും ഒക്കെ പറയുന്നത് കഴിഞ്ഞ വർഷം ഇവിടുന്ന് 2 കുട്ടികളെ ഞങ്ങൾ നടപടി എടുത്തിരുന്നു, ഒരു കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം കേട്ടാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കഥകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളും ഒരു കോളേജും ഈ പറയുന്ന രാസലഹരിയുടെ പിടിയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. അത് നമ്മൾ മറക്കാതിരിക്കണം. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മൾ ഈ പൊരുതുന്നത് ചെറിയ ഏതെങ്കിലും ഒരു ശത്രുവിനെതിരെയല്ല, വലിയ 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 ശത്രുക്കൾക്കെതിരെയാണ്. ഇപ്പോ ഈ വർഷം തുടങ്ങിയത് 2024 ഡിസംബർ 31 തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി, അവൻ എപ്പോഴും കത്തി കയ്യിൽ കൊണ്ടു നടക്കുമായിരുന്നു. അവൻ 30 വയസ്സുള്ള ഒരു വലിയ ചേട്ടനെ കുത്തിക്കൊന്നു. അവനും 16 വയസ്സുള്ള ഒരു പയ്യനും കൂടിയാണ് അത് ചെയ്തത്. അത് കത്തി കുത്തിയത് 13 കുത്ത് ഈ 30 വയസ്സുകാരന്റെ ശരീരത്തേറ്റിരുന്നു. ആ 13 കുത്തും കുത്തിയത് ഈ 14 വയസ്സുള്ള ഈ പയ്യനായിരുന്നു. അപ്പോൾ അവൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വീട്ടിൽ കുഞ്ഞുണ്ടായപ്പോൾ രാസലഹരി ആഘോഷം നടത്തി ആ കുട്ടിയുടെ ബന്ധുക്കളടക്കം പിടിയിലായത് കഴിഞ്ഞ ആഴ്ച കൊല്ലത്തു നിന്ന് കണ്ടതാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ ശേഷം മദ്യപിച്ച് ആഘോഷിച്ച 15 വയസ്സുകാരായ സംഘത്തെ നമ്മൾ ഈ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം. ഇതിനെതിരെ നമ്മളുടെ ഒരു വലിയ പോരാട്ടം നടക്കേണ്ടതുണ്ട്. ആ ഒരു പോരാട്ടത്തിന് കരുത്തു പകരുക, അതിനെല്ലാവരെയും സംഘടിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം. ഈ വൈകിയ വേളയിൽ ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ എത്തിയ എല്ലാ നല്ല മനസ്സുകൾക്കും ഈ ഘട്ടത്തിൽ നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട MLA അദ്ദേഹം ഈ വേദിയിൽ നിന്ന് മടങ്ങുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പോകേണ്ട സമയമാകുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ യാത്രയ്ക്ക് സ്വീകരണം നൽകാനെത്തുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, ഞങ്ങൾക്ക് ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരികയും ഇവിടെ ഒരു നല്ല സദസ്സ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തത് ഇവിടുത്തെ വാർഡ് മെമ്പർ അബു താഹിറാണ്. അബു താഹിറിന് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ച മുഴുവൻ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ നല്ലവരായ എൻ്റെ നാട്ടുകാർ, ആശ, ഹരിതകർമ്മ, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർ, SKN40 എന്ന പേരിൽ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലായാലും മീഡിയകളിലായാലും നമുക്ക് നോക്കിയാൽ ദിവസവും 10, 15, 20 കേസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. 10 കിലോ കഞ്ചാവ് പിടിച്ചു, അല്ലെങ്കിൽ MDMAയുമായിട്ട് പലരെയും പിടിച്ചു, കുട്ടികളെ അതിൻ്റെ കാരിയറായിട്ട് കാണപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ TV സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ആയിരുന്നു ഈ ലഹരി ഉപയോഗിക്കുന്നതും അതിൻ്റെ വിപത്തുകളൊക്കെ അതിലൂടെ ഒരു ദൃശ്യാവിഷ്കാരമായി നമ്മളുടെ മുന്നിലേക്ക് എത്തുകയായിരുന്നു. അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നില്ല ഇത് ഒരുപക്ഷെ നാളെ നമ്മുടെ മുറ്റത്ത്, നമ്മുടെ അടുത്ത്, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ നാടുകളിലൊക്കെ എത്തുമെന്നുള്ളത്. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതിന്റെ ഉപയോഗം കൊണ്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഉമ്മമാരെയും അമ്മമാരെയും കുടുംബിനികളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഞാൻ എൻ്റെ കൂടെ എല്ലാ ആവശ്യത്തിനും വരുന്ന എൻ്റെ ഒരു കൂട്ടുകാർ ഒരു ദിവസം ഞാൻ അവരെ വിളിക്കുമ്പോൾ നാളെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ നേരത്തെ ഇറങ്ങണം എന്ന് വിളിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ എനിക്ക് വരാൻ കഴിയില്ല. അതിന്റെ കാരണം അവർ പറഞ്ഞത് ഒരു ഉമ്മയും ഉപ്പയും ഇല്ലാത്ത 3 കുട്ടികൾ ഇപ്പോൾ ഇന്ന് രാത്രിയിൽ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞു. അപ്പൊ അതെങ്ങനെ അവര് ഒരു രാത്രി കൊണ്ട് ഉമ്മയും ഉപ്പയും ഇല്ലാണ്ടായി എന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇന്നലെ രാത്രി ആ കുട്ടികളുടെ ഉമ്മയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. കഞ്ചാവ് കേസിൽ ബന്ധപ്പെട്ട് അവരെ വഴിവക്കിൽ നിന്ന് പാലക്കാട് ഭാഗത്ത് നിന്നോ അവരെ പോലീസ് പിടിച്ചു. അതോടുകൂടി ആ കുട്ടികൾ അവിടെ തനിച്ചായിട്ടുണ്ട്. അവരുടെ ഉപ്പയും നാട്ടിലില്ല. ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരും പോയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികള് അവരുടെ പ്രായം എന്ന് നോക്കുന്ന മൂത്ത കുട്ടി വരുന്നത് 12 വയസ്സാണെങ്കിൽ ബാക്കിയെല്ലാം അതിന് താഴെ. അതിലേറ്റവും പ്രായം ചെന്ന ആ പെൺകുട്ടി അവരോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഉമ്മ ഇത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാറ്. രാത്രിയിലും പകലും എല്ലാം പല ആളുകളും അവിടെ വരാറുണ്ട്, അവിടെ ഇരുന്ന് മദ്യപിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ റൂമിനകത്ത് ഡോർ അടച്ചിരിക്കാറാണ്, പേടി കാരണം അങ്ങനെ ഇരിക്കാറാണെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മുടെ തൊട്ടടുത്ത് നടന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ബോധവൽക്കരണം വേണ്ടത് ആദ്യം ഉമ്മമാരിലേക്കും അമ്മമാരിലേക്കുമാണ്. വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ നന്നാക്കിയെടുക്കാനും അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടും ഒക്കെ ബാധ്യതയുള്ള ഉമ്മമാരാണ്. ജുമയുടെ സമയമായതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു യാത്രയ്ക്ക് വേണ്ട എല്ലാവിധ ആശംസകളും, ഈ ഒരു യാത്ര സമൂഹത്തിന് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥനയും ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരുത്തിയതുപോലെ നാളെ ലഹരിയെ കേരളത്തിൽ നിന്ന് പാടെ തുരുത്തി ഓടിക്കാൻ ഈ യാത്രയും അതിന് ചുക്കാൻ പിടിക്കുന്നവരും ഇതിൽ നിന്ന് ബോധവൽക്കരണം ലഭിച്ചുകൊണ്ട് വരുന്ന 20-ാം തീയതി പങ്കെടുക്കുന്ന ഓരോ ലക്ഷ്യത്തിലുള്ള ഓരോരുത്തരും ഇത് അവരവരുടെ ദൗത്യമായി ഏറ്റുകൊടുത്തുകൊണ്ട് അവർക്ക് സാധിക്കട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു. നന്ദി. ജയ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ യോഗത്തിന് നന്ദി പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും വേണ്ടി ന്യൂസ് ചാനൽ 24 ഈ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താനും കേരളം ഒട്ടാകെ യാത്ര ചെയ്യാനും തീരുമാനിച്ചതിന് കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത് സ്ത്രീകളാണെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് കൂടുതലും അനുഭവിക്കുന്നത് വീട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളും കാര്യങ്ങളും എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഊരകം കുടുംബശ്രീയുടെയും ഈ പരിപാടിയുടെ 24ന്റെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ വാർഡ് സ്വാഗതം ആശംസിച്ച വാർഡ് മെമ്പർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ MLA, ഈ വേദിയിലിരിക്കുന്ന വാർഡ് ഊരകം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ഏറെ ഉപരി ഈ പരിപാടി നമുക്കിവിടെ സംഘടിപ്പിച്ചു തന്ന 24 ചാനൽ ത്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും, ക്യാമറാമാൻ, റിപ്പോർട്ടർമാർ എല്ലാവർക്കും, അതിലുപരി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഹരിതകർമ്മസേന ആശാവർക്കർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടെ ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.